നല്ല ഇഞ്ചി കട്ടൻ കാപ്പി ഉണ്ട് ആ കടയില്. രസമുണ്ട്. വയനാട്ടിൽ നിന്ന് പൂജ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയതും നാടുകാണി ചുരം വഴി തന്നെയായിരുന്നു. അപ്പോൾ രാവിലെ പോകുമ്പോൾ ഈ ചെറിയ തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ അടച്ചു പോകാൻ പോവാണോ. ഇവരിതൊക്കെ മടക്കി വെച്ച് പോകാനുള്ള തയ്യാറാണെന്ന് തോന്നുന്നു. കാപ്പി ഉണ്ടോയെന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. രാവിലെ തന്ന കാപ്പി മതി. കാപ്പി ഇഞ്ചി ഇട്ട നല്ലതായിരുന്നു. പാടെങ്ങനെ പോകും ഇവിടുന്ന്? എവിടെ? ഓക്കെ ഓക്കെ. ഇതൊക്കെ കൊണ്ടുപോകണല്ലോ ഇന്ന്. ടേബിളും സ്റ്റൂളും എല്ലാം ഇന്നും കൊണ്ടുവരാം എല്ലാവരും വണ്ടിക്ക്. അതാണ് ചെയറെല്ലാം കയറ്റി വെച്ചിട്ടുണ്ടേ അല്ലേ. ഇരിക്കാണ്ടായിരുന്ന ചെയറെല്ലാവരും വണ്ടി കയറ്റി, ഇരിക്കാണ്ടായിരുന്ന ചെയറൊക്കെ ഒരു വണ്ടി കയറ്റി വെച്ചിട്ട് പോവാൻ. നിങ്ങൾ നിർത്തി പോവാൻ നോക്കിയാ ആന വരുവോ? ആന വരുവോ? നമ്മള് പോകുമ്പോ കാണുവോ? അയ്യോ പേടിയാവൂലേ? ഒടുവിൽ വേണ്ട കാപ്പി വേണ്ട പറഞ്ഞ മാഡം കാപ്പി കുടിക്കാൻ വന്നു. ടേസ്റ്റ് ഉണ്ടേ. ഞാൻ രാവിലെ അങ്ങോട്ട് പോകുമ്പോ കുടിച്ചപ്പോഴേ ഞങ്ങൾ പറയും വെറും കാപ്പിയല്ലേ കുടിച്ചതല്ലേ ഉണ്ണി? അതെല്ലാം അടിച്ചു വരും. ബിസ്ക്കറ്റ് വേണോന്ന്? ബിസ്ക്കറ്റ് എന്തെങ്കിലും അല്ല. രാവിലെ അവിടെ എന്തോ ഉണ്ടായിരുന്നില്ലേ, ചിപ്സ് പോലെ എന്തോ പാക്കറ്റ്. ലേസ് ആയിരുന്നു അതല്ലേ? അവര് തട്ടുകട പൂട്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം വണ്ടി കയറ്റി വെച്ചതായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ചെന്നത്. നമ്മൾ ലേസിന്റെ അതുപോലെ എന്തോ പാക്കറ്റ് കണ്ടുപിടിച്ചില്ല, എടുത്ത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാണ്. പാക്ക് ചെയ്ത് പോവാൻ പോയ ആൾക്കാർ ഇങ്ങടെ നിർത്തോണം നമുക്ക് വേണ്ടിട്ട്. എന്റെ പേരെന്താ? സതീഷ്. അത് വൈഫാണ്. മാമിക്കാണോ? ലേസ് അല്ല, വേറെ ഏതോ ഒരു ബ്രാൻഡാണ്. വെജാണെന്നുള്ളത് ഉള്ളു. നമ്മളിപ്പോൾ എത്ര പാക്കറ്റ് എടുത്തത്? 2-4 പാക്കറ്റ് എടുത്തത്. ഇത് കാറ്റാണുണ്ടാവും. എന്താ വലിയ ആളന്നെ അതാ കാറിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. നോക്കൂ. എന്താ നമ്മൾ നേരത്തെ അവിടെ ഇരിക്കുമ്പോഴും പറഞ്ഞില്ലേ കാറിന്റെ ടോപ്പ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതിനെ പറ്റിയിട്ട്? ഇപ്പൊ പോയ കാറിലേ ഒരു കുട്ടിയുണ്ട്, വലിയൊരു ആളുണ്ട് താടിയൊക്കെ വെച്ചിട്ട്. അയാളും അതിന് അല്ല, കുട്ടി നിൽക്കുമ്പോഴേ വലിയൊരു മനുഷ്യനാണ്. ഇത് ടൊമാറ്റോ.
കോവൈ. എന്താ ഈ അരസുപ്പോക്ക് എന്താ ഇതിനാണ്? വേണോ? കടക്കാരനോട് കുശലം പറഞ്ഞ് ഞങ്ങളങ്ങനെ ചൂടുള്ള കാപ്പി കുടിച്ചങ്ങനെ ഇരുന്നു. നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ, നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് പൊതുവെ ചൂടൊന്നുമില്ല, നല്ല രസമായിരുന്നു. പക്ഷേ ആന വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയുണ്ടായി. എന്നാൽ ഇങ്ങനെയുള്ള യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി ചെറിയ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് പ്രത്യേക രസമാണല്ലേ. പിന്നെ അങ്ങോട്ട് ബാക്കിലേക്കൊക്കെ കണ്ടില്ലേ, ബാക്ക് ഭാഗത്തേക്കൊക്കെ നല്ല കാഴ്ചയാണ്, നല്ല രസം. നമുക്ക് എത്ര സമയം അവിടെ ഇരിക്കാനും തോന്നും. ഇതിപ്പോൾ അവരുടെ ഒരു ഉപജീവന മാർഗം. ഓരോരുത്തരും ഓരോ തരത്തിലാണ് ലൈഫിൽ. എന്നാൽ ഇവർക്ക് അത്രയ്ക്ക് വലിയൊരു സെയിലൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. കാരണം താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിൽ അവിടെ കൂടി പോകുന്ന അത്രയും വാഹനങ്ങളൊന്നും ഈ ഇതിലേ കൂടെ അങ്ങനെ പോകുന്നില്ല. നാടുകാണി വഴി താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്നതും ഏറ്റവും കൂടുതൽ ബ്ലോക്കും ആളുകൾ കാണാൻ വരുന്നതും ഒക്കെ ആ ചുരത്തിൻ്റെ മേലെയാണ്. അപ്പോൾ അവിടെയുള്ള സെയിലൊന്നും ഇതുപോലുള്ള ഈ ചെറിയ കടയിൽ ഉണ്ടാവും തോന്നുന്നില്ല. അത് കാരണം വാഹനങ്ങൾ തീരെ കുറവായിട്ടാണ് തോന്നിയത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല രസമാണ് ഇവർക്ക് ഇവിടെ ഇരുന്ന് ബാക്കിലേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല കാഴ്ച, നല്ല കാറ്റ്, നല്ല ഒരു വൈകുന്നേരം സമയമായതുകൊണ്ട് നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഇടയ്ക്ക് ഒരു ബസ്സൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അവരൊന്നും ഇവിടെ നിർത്തി ചായ കഴിക്കൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ കാറിനോ അല്ലെങ്കിൽ ബൈക്കിന് അതുപോലെയൊക്കെ പോകുന്ന ആളുകൾ മാത്രമേ ഇവിടെ നിർത്തിയിട്ട് കാപ്പിയോ ചായയോ കാപ്പി നല്ല ഇருக்கு. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അയാളിങ്ങനെ ചോദിക്കുമായിരുന്നു നമ്മളെ ചാനലിനെ കുറിച്ചിട്ട്. ചിന്ന ചാനൽ അല്ല, மீரா myself சப்ஸ்கிரைப் பண்ணுங்க. ഇവിടേക്ക് മഴയൊന്നും പെയ്തിട്ടില്ല. മീര മൈസെൽഫ്, MEER മീര. അവളുടെ പേരെന്താ? മീനു. മീനു. ஓகே, 3 சேனல் இருக்கு. இது வந்து செகண்ட் சேனல், கொஞ்சம் சின்ன. ஓகே, അങ്ങനെ ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക്
അവിടെ എല്ലാ വർഷവും ഈ പൂജ ഉണ്ടാവാറുണ്ടെങ്കിലും അങ്ങനെ എല്ലാ വർഷമൊന്നും പോവാറില്ല. പറ്റുന്ന വർഷങ്ങളിലൊക്കെ പോവും. ഇത്തവണ അതിനൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മടങ്ങുന്നു. ഓക്കെ, ബൈ.